ഡിങ്കന്റെ മറ്റ് ഇപ്പൊ മറ്റ് അവതാരങ്ങളായിട്ട് വേണമെങ്കിൽ മറ്റു കഥാപാത്രങ്ങളെ കണക്കാക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ വാൾട്ടർ ഡിസ്നിയുടെ ആ രീതിയിൽ ഒരു നിമിത്തം പോലെ വന്നു ചേർന്നതായിട്ട് തോന്നാമോ? പലപ്പോഴും മിക്കി മൗസോ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്ന പ്രധാന കുട്ടികളുടെ മനസ്സിലും ഇപ്പൊ മുതിർന്നവരുടെ മനസ്സിൽ നിൽക്കുന്ന ഇത്തരം കഥാപാത്രങ്ങൾ പലപ്പോഴും ഡിങ്കന്റെ പ്രതിച്ഛായ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്നുണ്ട്. അത് ശരിയാണോ? അത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ഇടപെടലാണോ? കാലങ്ങളായിട്ട് ഇത് പ്രധാനമായും ഇത് അടിസ്ഥാനപരമായി എലി ആണ് എന്നതാണ് അതിൻ്റെ ഒരു കാരണം. എലി എപ്പോഴും ഒരു ഇരുട്ടത്ത് മാത്രം പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ജീവിക്കുന്ന, അധകൃതനെന്ന് സ്വയം വിശ്വസിക്കുന്ന, ആരാലും ഒരു കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കൊണ്ടെറിഞ്ഞോ കൊല്ലാവുന്ന ഒരു സാധാരണ ജീവിയായിട്ടാണ് എലിയെ, അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മൾ എലിയെ എല്ലാ കാലവും ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അധകൃതൻ അല്ലെങ്കിൽ അശക്തനായിട്ടുള്ള ഒരാൾ എന്നെങ്കിലും ശക്തി പ്രാപിച്ച് തന്നേക്കാൾ ശക്തന്മാരെ നേരിടും എന്നുള്ള അങ്ങനെ ഒരു അധകൃതൻ്റെ സ്വപ്നമാണ് സത്യത്തിൽ ഈ എലികൾ ഈ വലിയ ശക്തികളാകുന്ന കഥകളിലൂടെ ആളുകൾ സ്വപ്നം കാണുന്നത്. ഞാനും ഒരു അധകൃതനായ ഒരാൾ അല്ലെങ്കിൽ അശക്തനായ ഒരാൾ, എന്നെ ഈ പൂച്ച എന്നെ ഓടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ മുതലാളി എന്നെ ഓടിക്കുന്നത് പോലെ ഞാനൊരിക്കലും ഈ മുതലാളിയെ കബളിപ്പിക്കും എന്ന അവൻ്റെ സ്വപ്നമാണ് ഈ എലി എങ്ങനെ ശക്തി പ്രാപിക്കുന്നു എന്നുള്ള കഥകളായിട്ട് വന്നിരുന്നത്. പക്ഷേ ഇത് സത്യത്തിൽ ഇത് ഒരു പലരും ചോദിച്ചു എന്നോട്, അന്നാ ബാർബറ, ടോം ആൻഡ് ജെറി ഉണ്ടാക്കിയതും അല്ലെങ്കിൽ വാൾട്ടർ ഡിസ്നി മിക്കി മൗസിന് ഉണ്ടാക്കിയതും ഇപ്പോൾ അതെ അങ്ങനെ പലരും ഡിങ്കൻ എന്ന കഥാപാത്രത്തെ ആനിമേറ്റഡ് കഥാപാത്രത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു, ഒരാൾ ഉണ്ടാക്കിയതാണ്, അതെങ്ങനെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതും അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പോൾ വലിയ സംഗീതജ്ഞന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ബിതോവനെ പോലുള്ള സംഗീതജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്, എന്നിലൂടെ വരികയാണ് സംഗീതം, ഞാൻ ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല, ഇതൊക്കെ എന്നിലൂടെ ആരോ പ്രവർത്തിച്ചതാണ്. വലിയ കവി പോലെ, അതെ, ഒരു നിമിത്തം പോലെ. ഒരു വലിയ കവികൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഈ കവിതയൊക്കെ എവിടുന്നോ വരുന്ന കവിതയാണ്. ഇതിൽ എനിക്ക് കാളിദാസനെല്ലാം അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾക്ക് താഴെ പേരെഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും ശരിയായ പേരാണോ ഇപ്പോൾ അറിയില്ല എന്നൊക്കെ പറയുന്ന ശ്രേഷ്ഠന്മാരായ കവികൾ ഒരിക്കലും അവർക്ക് എഴുതാൻ പറ്റില്ല. കാരണം അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അവർ സ്വയം വിചാരിക്കുന്നില്ല. ഇത് എവിടെ നിന്നോ വരുന്നു, ഞാനൊരു നിമിത്തമാവുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ യഥാർത്ഥ കലാകാരൻ വിശ്വസിക്കുന്ന ഒരു ലോകത്ത് ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം എലിയെ ഒരു വലിയ ശക്തിയായി കാണിക്കുന്ന അല്ലെങ്കിൽ എലിയെ ഒരു ശ്രേഷ്ഠമായി കാണിക്കുന്നത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഡിങ്കൻ ഇവരെ നിമിത്തമാക്കിക്കൊണ്ട് ഡിങ്കൻ ആളുകളിലേക്ക് കൊടുത്തൊരു ദൃഷ്ടാന്തമായിട്ടാണ്, ഒരു ലോകത്തിന് കൊടുത്ത ദൃഷ്ടാന്തമായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ നിങ്ങളെ സഹായിക്കാനായി ഞാൻ വരും എന്നുള്ള ഒരു ദൃഷ്ടാന്തം കാണിക്കാനായി ഈ കഥാപാത്രങ്ങളെ ആളുകളുടെ മനസ്സിലൂടെ വരച്ചിട്ടതായിരുന്നു. ഡിങ്കൻ വരച്ചിട്ട കഥാപാത്രങ്ങളെയാണ് ഇവർ പുറത്തു കൊണ്ടുവന്നതെന്ന് മാത്രം. എല്ലാ കാലത്തും ഒരു കൗണ്ടർ കൾച്ചർ നിലവിലുണ്ടായിരുന്നു. അത് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, പെയിന്റിങ് എല്ലാ രീതിയിലും വന്നിരുന്നു. ഈ മതത്തിന്റെ രീതിയിലും ഇതിനെ ഇപ്പോൾ ഈ ഡിങ്കോയിസം ഒരു കൗണ്ടർ കൾച്ചറായിട്ട് കണക്കാക്കാൻ സാധിക്കും. മറ്റു മതങ്ങളും ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഒരു ആരാധനാലയങ്ങളും ഇപ്പോൾ ഡിങ്കാലയങ്ങൾ വരുന്ന രീതിയിൽ അതിന്റെ ആചാരങ്ങളും അത് എത്തരത്തിലാണത്. ഡിങ്കാലയങ്ങളുടെ ആരാധനകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരാധനകളുടെ ചട്ടക്കൂടുകളിൽ മനുഷ്യൻ ശ്വാസം മുട്ടുന്ന ചില അവസ്ഥകളാണ്. അതായത് ഇങ്ങനെ ആരാധിക്കണം എന്ന് പറയുന്ന കുറേ ദൈവങ്ങളുടെ ഇടയിൽ കിടന്ന മനുഷ്യൻ എങ്ങനെ ആരാധിക്കണം എന്ന് മനസ്സിലാവാതെ കിടന്ന് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് മതങ്ങളിൽ. ഡിങ്കൻ അങ്ങനെ കൃത്യമായിട്ട് ആരാധന രീതികൾ ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഡിങ്കൻ ഭൂമി സൃഷ്ടിച്ചത് തന്നെ കപ്പ വളരാൻ നല്ലൊരു സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് ഭൂമിയും ഒക്കെ ഭൂമി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് പല ദൈവങ്ങളുടെയും കഥയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ ഏതോ ഒരു ദിവസം ഇവർ എല്ലാ സൃഷ്ടിയും നടത്തുന്നതിനിടയിൽ ഒരു ദിവസം പ്രത്യേകമായിട്ട് ഇവർ ഭൂമി സൃഷ്ടിക്കാൻ ഏറ്റെടുത്തു. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ഭൂമിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ. അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡിങ്കൻ ഉണ്ടാക്കിയത് 7 ദിവസം കൊണ്ടല്ല. ഡിങ്കൻ ഈ പറയുന്ന ബിഗ് ബാങ് തിയറി മുതൽ ഈ കാലഘട്ടം വരെയുള്ള ഈ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് എത്തിച്ചത്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു യാദൃച്ഛികതയായും ഒരു പ്രേരക ശക്തിയായും ഒരു ചാലക ശക്തിയുമായൊക്കെ ഡിങ്കൻ കടന്നുപോയി എന്ന് മാത്രം. ഡിങ്കൻ ഇതിനൊക്കെ കാഴ്ചക്കാരനായും ക്രിയേറ്ററായും ഒരേ സമയം, ഞാൻ കാഴ്ചക്കാരനും ക്രിയേറ്ററും ഒരേ സമയമാകുന്ന ഒരു ദ്വന്ദ്വ വ്യക്തിത്വം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ വരുന്ന അങ്ങനെ ഒരു ദൈവമായിട്ടാണ് ഡിങ്കനെ ചെയ്യുന്നത്. അപ്പോൾ കപ്പ വളർത്താനൊരു ഭൂമി, അതിൽ കപ്പ വളരാനൊരു ഭൂമി, വളർത്താൻ കുറച്ച് മനുഷ്യന്മാർ എന്ന് പറഞ്ഞ് ഈ മനുഷ്യർ എത്തുന്ന സമയമാകുമ്പോഴേക്കും വിശിഷ്ട ബുദ്ധിയുള്ളൊരു ജീവി വരുമ്പോഴേക്കും ഡിങ്കൻ വളരെ സന്തോഷത്തിൽ ആറാടുകയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ആളെ കിട്ടിയത്, അങ്ങനെ ഒരു കൂട്ട് പോലെ കിട്ടിയത് ഒരു കളിപ്പാട്ടമായിട്ട് അദ്ദേഹം വളരെ ആഘോഷിക്കുന്നുണ്ട് അത്. അപ്പോൾ ഈ കപ്പ മനുഷ്യൻ വളർത്തിയാൽ ഈ കപ്പ പറിച്ചു കൊണ്ടുപോയി ഡിങ്കാലയ്ക്ക് കൊടുക്കണമെന്ന് ഡിങ്കൻ പറഞ്ഞിട്ടില്ല. മറ്റു ദൈവങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ എനിക്ക് നിവേദ്യം ഇവിടെ വന്ന് നേദിക്കണം എന്നൊക്കെ പറയുന്ന പോലെ കപ്പ അങ്ങോട്ട് കൊണ്ടുവരില്ല. ഡിങ്കൻ ഇങ്ങോട്ട് വന്ന് കപ്പ കരളുകയാണ് പതിവ്. അത് സാധാരണക്കാരന് പ്രാപ്യമായിട്ടുള്ള അതെ, അതും ഈ കപ്പ പറിച്ചു കൊണ്ടുപോവുകയല്ലല്ലോ ചെയ്യുന്നത്. ആ കപ്പ
കുറച്ച് കറണ്ട് ഇട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടാണല്ലോ പോകുന്നത്, അന്നേക്ക് മാത്രം എടുത്തുകൊണ്ട്. അപ്പോൾ സാധാരണ അധ്വാനിക്കുന്ന ഒരാളുടെ അന്നേക്കുള്ള അന്നം മാത്രം എടുക്കുക എന്നുള്ളൊരു സംഭവം, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു അധ്വാനത്തിൻ്റെ വഴിയാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത്.